വീട്ടിൽ പോകാന്ന് പറഞ്ഞായിരുന്നു. ഇയാളാണോ വരുന്നതെന്ന് ഇത് കിട്ടാനില്ല. ഇത് കെട്ടാനെത്തിയല്ലേ? പിച്ചാത്തി ഉണ്ടോ? കത്രികയോണ്ട് കുറിച്ച് പോകാം. അവൻ വന്നോണം. വിവാനുണ്ട്. അവൻ പാല് കൊടുത്തിട്ട് ഇപ്പൊ ഇങ്ങോട്ട് പോന്നോളൂ. അവൻ പോയില്ലെന്ന്. അവനങ്ങനെ പോണമെന്ന് ഇഷ്ടമില്ല. ഭയങ്കര ചൂടാ. വണ്ടിക്കകത്ത് പോകണം. ചൂടാ. വണ്ടിക്കകത്ത് നല്ല ചൂടാ. പിന്നെ അങ്ങ് ഇരിക്കുക. ഇറ്റത്തിട്ട് കയറിയാൽ മതിയേ. കുണ്ടി അങ്ങ് വെച്ചാൽ മതി. ഇവിടെ ഇരിക്കും. ഇതേലോട്ട് ഇരിക്കും. എങ്ങനെയാ നമ്മുടെ ഇഷ്ടത്തിന് കയറട്ടെ. ചൂടാലേ? അവിടെ ഇരുന്നോ. അങ്ങ് മാറിയിരിക്ക. തണലത്തോട്ട്. ഹലോ സഹോദരങ്ങളെ, നമ്മൾ അമ്മയുമായിട്ട് പുറത്തുനിന്ന് പോവാണ്. നമ്മുടെ ജോമോളുടെ ചിറ്റപ്പന് അവിടെ വീണ് കാലൊടിഞ്ഞ് കിടക്കും. അപ്പം ചിറ്റപ്പനെ ഒന്ന് കാണാമെന്നോർത്ത് അമ്മേനായിട്ട് പോവുകയാണ്. ഇവിടെ വല്യമ്മയൊക്കെ ആയിട്ട് അമ്മ നല്ല കൂട്ടായിരുന്നു. വല്യമ്മയൊക്കെ മരിച്ചു പോയി. നമുക്ക് അവിടുത്തെ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടുവരാം. ഓക്കെ. മാപ്പിളപറമ്പേന്റെ വീടാ. തോമാച്ചന്റെ മാപ്പിളപറമ്പ്. ആൻസി അറിയാൻ മുത്തപ്പന്റെ അടുത്തോട്ട് പോണേ. നമ്മുടെ പള്ളി അമ്മ പുതിയ പള്ളി വന്നിട്ടില്ല. നമ്മുടെ ലിവാപുരം പള്ളി അമ്മ പറയുന്നത്. ഈ പള്ളിയുടെ ഒക്കെ വിശദമായിട്ട് നമുക്ക് പിന്നെ കാണാവുന്നതാണ്. പുതിയ പള്ളി വന്നിട്ട് അമ്മ വന്നിട്ടില്ല. പുതിയ പള്ളി വന്നോണ്ടിരുന്ന പിന്നെ നമുക്കാ മറവി. ശരിയാ. അമ്മ വന്നോണ്ടിരിക്കാൻ പള്ളി പണിയാൻ തുടങ്ങുന്നേ ഉള്ളൂ. പൂർത്തിയാക്കി വർഷങ്ങളായി. ഇതാണ് ആള്. വല്യമ്മ കുമാരേക്ക് വന്നടി. കുമാരേ എടാ ഇവിടെ അറിയോ അല്ലേ? എന്നെ അറിയേലേ ബേബീനെ അറിയേലേ? നമ്മൾ കണ്ടോണ്ടിരുന്നതല്ലേ ഞാൻ അതിലേക്ക് പോകുന്നതും. ഞാൻ കൊണ്ടുക്കാല കുട്ടപ്പഞ്ചാണ് ഓർക്കണില്ലേ? കൊണ്ടുക്കാല നമ്മള് കുട്ടപ്പഞ്ചാണ് അവരൊക്കെ ഞാൻ പറ്റിക്കൊണ്ടായിരുന്നു. ഓർക്കണില്ലേ? ഇപ്പം മൊട്ടയായി പോയി. തലമുടിയെല്ലാം തലമുടിയെല്ലാം നരച്ചില്ലേ അമ്മ? ഇപ്പൊ പെട്ടെന്ന് മനസ്സിലായില്ല. അതിലെ വന്ന് കുട്ടപ്പഞ്ചാണ് അവർ പറ്റിക്കൊണ്ടൊക്കെ. ഞാൻ 3-4 കൊല്ലം പറ്റിയായിരുന്നു കുട്ടപ്പഞ്ചാണ്. പിന്നെ അവർ പറ്റി ഞാൻ അവിടെ ആർന്നല്ലോ, സ്ഥിരം കൊണ്ടുക്കാലായിരുന്നു. അവൻ ഓടി. വാടാ. ആരാ അവിടെ കൊച്ചങ്ങ പോയതാ. പിള്ളേര് കൂട്ടുകാരുണ്ട് അങ്ങോട്ട്. എന്റെ ഏഴി ഒന്നും പറയണ്ട. അതൊന്നും പറയാതിരിക്കും. കഴിഞ്ഞ ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ചയിലെങ്ങാണ്ടും കൊണ്ടക്കാലയിലൊരു പാലിയില്ലേ? എവിടെയാ? അപ്പം ഞാൻ കണ്ട ദിവസമല്ല. അത് ശരി. തങ്കപ്പനും ഞാനും കൂടെ വണ്ടി മൂർത്തത്.
അന്ന് ഞാൻ കണ്ട അന്നല്ല. ഞായറാഴ്ച ഞാട് രാജു ചേട്ടന്റെ അടുത്ത് പറഞ്ഞില്ല. രാജു ഞാൻ ഒന്ന് വീണതാ. എന്റെ കാര്യം ഇങ്ങനെ പറ്റി. വണ്ടിക്കല്ലോ വണ്ടി തന്നെ പോയ ആശുപത്രിയില്. അങ്ങനെ പോയി. എന്നിട്ട് ഞാൻ മറ്റു വീട്ടിൽ പോയല്ലോ. ഏലമ്പ ടീച്ചർ അവിടെ പോയി കുത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴല്ലേ എനിക്ക് കാല് കുത്തത്തില്ല. ഭയങ്കര വേദന. പൊട്ടലാടി. എവിടെയാ? കണ്ണാല മുകളിലല്ലേ? വണ്ടി ആലോട്ട് വീണു. ഓ, അത് ഒടിയാഞ്ഞ് വരുത്തായല്ലോ. ഞാന് വണ്ടിയൊന്ന് വീണതാ. സൈക്കിളേനല്ല, ഈ സ്കൂട്ടർ. നമ്മളെ പിടിച്ചിട്ട് സാധനം അങ്ങനെ ഞാൻ വീഴുന്നതല്ല. അന്ന് പിടിച്ചിട്ട് നിന്നില്ല. കേടല്ല, നമ്മളെ കൈ നിന്നില്ല വണ്ടി. ഞാൻ നേരത്തെ വീണ് മുട്ടുകുത്തി വീണ് കഴിഞ്ഞപ്പോഴത്തെ വണ്ടി എന്റെ കാലിലോട്ട് വീണു. ഒരു കല്യാണം ഞാൻ പുകല മേടിക്കാൻ വേണ്ടി പോയപ്പോ നീ വന്നടാ. ചോറുണ്ടായിരുന്നോ? ചോറുണ്ടോ? ഞങ്ങളെ മകളല്ലേ ഇത്? ജോമോള്. അവിടെ ഉണ്ട്. അത് മകളാ. ഇത് തറവാട്. അത് അവിടെ വീട്. ഇത് തറവാട്. അമ്മ ഓർക്കുന്നില്ല ഇപ്പൊ എല്ലാം പോയി. നീ വെച്ചോണ്ട് പറയണൊക്കെ ഞങ്ങളിത് കാണുന്നുണ്ട്. അച്ഛനുമായിട്ട് ഒത്തിരി ജോമോടെ ചായക്കച്ഛൻ നല്ലത് പറഞ്ഞ് കൊണ്ടുക്കാരെ ചായ കുടയില്ല. അച്ഛന്റെ പെങ്ങളുടെ വീട്ടിൽ മത്തായിച്ചേട്ടന്റെ മകന്റെ മകളായിരിക്കണത് ഈ ഇരിക്കുന്നത്. അല്ല, അവരെന്നാളും വന്നല്ലേ? വീട്ടിൽ വന്നല്ലേ? നിമ്മി പോയപ്പോഴത്തെ ഉദിമറ്റം. ഇത് ഉദിമറ്റത്തി മത്തായിച്ചേട്ടന്റെ വീടാണ്. കേട്ടിട്ടുണ്ടോ മത്തായിച്ചേട്ടനെ? മത്തായിച്ചേട്ടനൊക്കെ പോയി. പിന്നെയല്ലേ അറിയല്ലേ ഉദിമറ്റത്തിലെ വീടൊക്കെ. പിന്നെ ചാച്ചനാ മത്തായി. പിന്നെയല്ലേ അമ്മയും മരിച്ചുപോയി. അമ്മ മരിച്ചിട്ട് 8 കൊല്ലമായി. പയ്യെ പോണം. വണ്ടി വന്നിട്ടുണ്ടോന്നൊക്കെ നോക്കി. വണ്ടി വന്നിട്ടുണ്ടോ നോക്കി. അതിന്റെ കയ്യെ പിടിക്കേ. അതേന്നെ എടി ഒരു കസേര കിടന്ന് ഇടറി. ജോമോ ഇരിക്കട്ടെ. ഒരു കസേര ലിബി വിളിക്കാറുണ്ടോ? എന്നാ പറയും? പിന്നെ കാല് വീണെന്ന് വെച്ചപ്പോൾ എല്ലാരും വിളിയൊക്കെ വിളിക്കും. നമ്മുടെ വീട്ടുപേര് ഉദുമറ്റെന്നാണ്. മത്തായി. അമ്മയുടെ പേര് തിരിയ. അറിയാലേ അമ്മയുടെ പേര്? അമ്മ കോതൂരില്ല അമ്മയുടെ വീട്. കോതൂര് പള്ളിയിലെ പെരുന്നാളും ഒക്കെ കൂടി അമ്മ കോതൂരിൽ നിന്നൊക്കെ വന്ന കണ്ടിട്ട് ഓർക്കണില്ലേ വലിയ വന്ന? അമ്മയല്ല, ഇത് എന്റെ പെങ്ങളാ. കന്യാകുമാരി സിസ്റ്റർ മോളി. പുള്ളി ഗുജറാത്തിലാണ് ജോലി ചെയ്യുന്നത്. പഠിപ്പീരൊക്കെ അല്ലേ അവിടെ? പഠിപ്പീരൊക്കെ അല്ലേ അവിടെ? സ്കൂളിൽ പഠിപ്പിക്കുക പിള്ളേരെ.
വരുമോ ഒരാട്ടിലൊന്നും വരും ഇന്നാള് വന്നായിരുന്നു. 5-6 മാസം ആയാലും വന്നിട്ട് 3-4 മാസം ആയാലും വന്നിട്ട് പോയിട്ട്. പ്രായമല്ലല്ലോ 60 വയസ്സുണ്ട്. വലിയ പ്രായം 60 ഉണ്ട്. പ്രായമില്ലല്ലോ അത് ആദ്യമായിട്ട് അങ്ങനെ പറയുന്നല്ലേ ഒരാളെ കണ്ടിട്ട് പ്രായമില്ലെന്ന് പറയണ ആന്റി. കണ്ടിട്ട് ആളെ കണ്ടിട്ട് പഴയ പഠിത്തം പഠിച്ചിട്ടുണ്ടല്ലോ അമ്മേനെ കണ്ടിട്ട് നല്ല സന്തോഷം. നല്ല സന്തോഷം അമ്മേനെ കണ്ടിട്ട്. ആണോ? അതിനെക്കൂടെ കൊണ്ടുപോകണോ? അമ്മേനെ അങ്ങനെ കൊണ്ടുപോകും. അമ്മക്ക് ഇപ്പൊ എല്ലായിടത്തും പോകാൻ ഭയങ്കര ധൃതിയാ. നല്ല കാര്യല്ലേ? നല്ലതല്ലേ? ആ എല്ലായിടത്തും പോട്ടെ. നീ മടത്തി ചേർക്കാനാ? നീ മടത്തി ചേർക്കാനാ അല്ലേ? നീ മടത്തി ചേർക്കാനാ? അമ്മമാരൊക്കെ മക്കൾക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമാണ്. ഇപ്പൊ വന്നതേ ഉള്ളൂ. അല്ല ഇപ്പൊ വന്നതേ ഉള്ളൂ പറയാ. ഇന്ന് ആന്റിക്ക് അവധിയാണോ? ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. ചാച്ചൻ എങ്ങും പോണില്ല. നടക്കാൻ പറ്റും. നടക്കാൻ പറ്റിയല്ല, കാല് മേലല്ലോ ഇങ്ങനെ വീണില്ലേ. വണ്ടിയെന്ന് വീണതാ. വണ്ടിയെന്ന് വീണതാ. എല്ലാ കൂട്ടവും എന്നാൻറ്റി കാല് നല്ല വല്ലതും പറ്റിയ കാലിന് പൊട്ട. വൈകുന്നേരം വരുള്ളൂ. എല്ലാരും നേരത്തെ നോക്കിയിരിക്കുവാ. വൈകിട്ടേ വരുള്ളൂ. വൈകിട്ട് വൈകിട്ട് വരും. നോക്കിയിരുന്നോ? പോയോണ്ട് ശരിയാൻ പറ്റും. എനിക്ക് സാരമില്ല, കുഴപ്പമൊന്നുമില്ല. അതിന്റെ വിരളൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല. കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൊണ്ടുപോകും അവിടെ. അത് തന്നെ. നല്ലപോലെയാണ് കുഴപ്പം. ശരി. 66 വയസ്സായി. 66 ആ അത്രയായി. കൊച്ചിനെയും കൊണ്ട് പോയെന്ന് പറയതേ പാല് മേടിക്കാൻ. പാല് അവിടെ ജോജോടെ വീട്ടില് തൊണ്ണൂറ്റിപ്പറമ്പില്. അവിടെ ആരുടെ വീട്? അവൻ ലിയോൺ. അവിടെ വീടുണ്ടോ? അവിടെ എല്ലാം വീടാ. 3-4 വീടുണ്ട്, 4-5 വീടുണ്ട്. കയ്യെ പിടിച്ചോണ്ട് പോണുണ്ട്. നമ്മുടെ വീടെന്ന് നമ്മുടെ അയൽക്കാരാ. അവരൊക്കെ അതാണ് ചോദിച്ചത്. അയൽവാസികളാ. കൊണ്ടുപോയി അതുപോലെ പടിഞ്ഞേറ്റക്കാരാ. പരിഞ്ഞേറ്റക്കാര്. പരിഞ്ഞേറ്റിര കേട്ടിട്ടില്ലേ? പടിഞ്ഞേറ്റിങ്കര. അമ്മയോട് ഞങ്ങൾ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ എവിടെ പോകാനും റെഡിയാ. ഓടിയാ പോരാൻ. അവരിവിടെ ഉള്ളവരാ. ഇപ്പൊ 1-2 പ്രാവശ്യം സ്ഥലത്ത് 2-3 സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ചോദിക്കുമ്പോ ചാടി ഈ വട്ടത്തിൽ പിള്ളേരുണ്ട്. 8-9 പിള്ളേർ. പിന്നെ കാറുണ്ടല്ലോ, കാറ്. ചേച്ചിയുടെ കാർ ഇവിടെ കിടപ്പുണ്ട്. പുറത്തൊക്കെ ഇറങ്ങി വർത്താനൊക്കെ പറയട്ടെ അല്ലേ? ഉഷാറാകട്ടെ. ഇന്നെന്നാ ഉച്ചയാകുമ്പോ കഴിച്ച ചോറുണ്ടോ? അത്താഴം കഴിച്ചു. ചോറാ. ഉച്ചക്ക് ആ കറിയൊക്കെ മീനൊക്കെ ഉണ്ടായിരുന്നോ? മീൻകറി. ഇവിടെ നന്നായിട്ട് നോക്കുന്നുണ്ടോ അമ്മേനെ? നോക്കാതെ അവരെല്ലാം ആരാ നോക്കാൻ? അവര് മാത്രമേ ഇപ്പൊ എനിക്ക് ഇവിടെ ഉള്ളൂ. 3 ആൺമക്കളുള്ള. സാവുമൊക്കെ ഇല്ലേ? സാവുമൊക്കെ വരികയല്ലേ? സാവൊക്കെ വരുവാൻ പോവുകയൊക്കെ ചെയ്യും. അത്ര മാത്രം. അവരൊക്കെ പിന്നെ മറ്റേ മൂത്ത മകൻ അവിടെയല്ലേ? ഓസ്ട്രേലിയയിലല്ലേ? മൂത്ത മകൻ ഓസ്ട്രേലിയയിലല്ലേ? മൂത്ത മകൻ, അമ്മച്ചിയുടെ മൂത്ത മകൻ ടോമി ഓസ്ട്രേലിയയിലല്ലേ? ടോമി വരും കുറവാ. വരുമ്പം വരും. അവധിക്ക് വരികയല്ലേ? വല്ലപ്പോഴും ഒക്കെ വന്നെങ്കിൽ വന്നില്ല. വരവ് വളരെ കുറവ്. അവനിപ്പോ ഇപ്പൊ ഒത്തിരി ആയി വന്നിട്ട്. അവനെവിടെയാ ജോലി? ഓസ്ട്രേലിയ. ആ അതാ കഴിയല്ലാത്ത. അത്ര അവരല്ലേ? അവർ പോയിട്ട് ഒത്തിരി ആയ. എത്ര പിള്ളേരുണ്ടെന്ന് പോലും എല്ലാവർക്കും 2 പിള്ളേര്. എന്താണോ പിള്ളേരൊക്കെ വലുതായോ? പിള്ളേരൊക്കെ വലുതായില്ലേ? അറിയത്തില്ല. അല്ലേ പോണില്ല. അഴുക്ക് പറ്റാതിരിക്കാനാ ഈ കൂടിട്ട് വെച്ച്. ഞാനിപ്പോ കാസർത്താനും ഇതിന്റെ ഓട്ടോയിൽ പോയായിരുന്നു. ഓട്ടോ ഞാൻ കാല് കെട്ടിയ. കുളിക്കുമ്പോ എങ്ങനെയാ? കെട്ടും. കക്കൂസിലൊക്കെ തന്നെയാണ് പോണേ. വലിയ വേണമാണല്ലോ. അവനെന്തി അപ്പൊ ഇവിടെ വണ്ടികളൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഇവിടെ വണ്ടി അവന് ബുള്ളറ്റ് മേടിച്ചായിരുന്നു. എണ്ണ വണ്ടിയാണ് പടിഞ്ഞാറ്. വണ്ടിക്ക് വല്ലതും പറ്റിയോ? വണ്ടിക്കൊന്നും പറ്റിയില്ല. വെറുതെ തെന്നീതേ ഉള്ളായിരിക്കും അല്ലേ? ആ അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. തങ്കപ്പൻ എന്നെ ഒന്ന് വിളിച്ചു, വേട്ടാന്നൊന്ന് വിളിച്ചു. അന്നേരം ഞാൻ അവിടെ വീഡിയോ ചെയ്തു. ഈ പണിക്കിന്റെ വാതിക്കല, വീടിന്റെ വാതിക്കല, വീടിന്റെ വാതിക്കല ആ ചരലിനകത്ത് കിടന്നു.
അതാ പറ്റിപ്പോയി. അവിടെ കുറെ ചരലുണ്ട്. ഞാൻ ഇവിടെ വിടുന്നു. അന്ന് ഞാൻ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. രാജു വന്നാൽ ആ കുരിശുപള്ളി നിനക്കൊന്നും പറ്റിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്റെ മുട്ടിനെ പറ്റുള്ളൂ രാജു. അത് അവിടെ പറയണ ഞാൻ കേട്ടു. ഞാനൊന്ന് വീണേനെന്നാ ഞാൻ കേട്ടത്. വീണെന്നല്ല ഞാൻ കേട്ടത്. കുരിശുപള്ളിയുടെ അവിടെ നിൽപ്പുണ്ട്. തങ്കപ്പനും ഞാനും കൂടി ആ വണ്ടി നോർത്തത്. വണ്ടി നോർത്ത് തങ്കപ്പന്റെ മകള് വെള്ളമൊക്കെ കൊണ്ട് തന്നു കഴുകി മുട്ടൊക്കെ തോര ഇറാൻ വെച്ച് വരുക. പിന്നെ ആ കൊച്ചിനെ മരുന്നോ ഏതാണ്ട് ഇച്ചിരി വെച്ച് തങ്കപ്പൻ്റെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല തങ്കപ്പ, ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ വേദനയില്ല അമ്മ. പിന്നെയല്ലേ ഭയങ്കര വേദന. ഉണങ്ങാൻ പാടാ. ഞാൻ എന്നിട്ട് ഇപ്പോഴാണ് അവരറിഞ്ഞത്. ഇപ്പോഴാണ് അറിഞ്ഞേ. അറിഞ്ഞിട്ടില്ല ഇവിടെയല്ലേ വേണം. ഞാനിപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞു. ഞാൻ പുകല മേടിക്കാൻ പോയതാ. വാവാന്റെ അടുത്ത് പോയി പുകല മേടിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പം ലുട്ടാപ്പി ജോയി വണ്ടി ഇടിച്ച പോസ്റ്റെല്ലാം നന്നാക്കണുണ്ട് അവിടെ. ഓട്ടോ ഇടിച്ചാണോ? അന്നാണ് ട്രാൻസ്പോർട്ടർ ഇടിച്ചു ലുട്ടാപ്പി ജോയി അപ്പൊ ഞായറാഴ്ചക്കാരെല്ലാവരും ഉണ്ട്. മക്കന്റെ മക്കളും നിന്റെ ഇച്ചപ്പന്റെ മകനും എല്ലാരും ഉണ്ട്. ഓട്ടോറിക്ഷ ഗ്ലാസ്സില്ലാതെ മതിലടി ചെന്നിടിച്ചു. ഞാൻ അറിഞ്ഞില്ല. കണ്ട് ഞാനും അവൾ കുറച്ച് പോലെയൊക്കെ പറ്റിയോ? അവനുള്ളൂ. അവനെന്തായാലും അവിടെ ഉണ്ടെന്നായിരിക്കും. അവനൊന്നും പറ്റിയില്ല. ജോയി ഓട്ടോറിക്ഷയില്ലേ ജോയി? കിണറ്റിങ്കലെ ജോയി ഞാറുകുളത്തെ കിണറ്റിങ്കൽ ജോയിനെ അറിയത്. അവന്റെ വണ്ടി ഇടിച്ചു ട്രാൻസ്ഫോർമറായിട്ടായിരുന്നു ഇടിച്ചത്. വേറെ പറ്റാഞ്ഞ തൊട്ട് കയറാൻ നന്നായി. എന്നിട്ട് മറ്റവന്റെ വീടിന്റെ മതിലോട്ട് ചെന്ന് ഇടിച്ചു. നമ്മുടെ ജോയിയുടെ നിങ്ങളുടെ ജോയിയുടെ അല്ല, മറ്റേ അപ്പുറത്ത് മറുവശം പട്ടണമഠത്തിലെ അവന്റെ മതിലോട്ട് ചെന്ന് ഇടിച്ചു വണ്ടി. അത് ഗ്ലാസ് ഇല്ലാതെ വണ്ടി ഓടിച്ചോണ്ട് പോകണുണ്ട്. പക്ഷേ വണ്ടിക്കൊന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു. വണ്ടിക്കൊന്നും പറ്റിയില്ല. അവനൊന്നും അങ്ങനെ പറ്റിയില്ല. കൃഷിക്കാരോട് ചോദിച്ചു കഴിയുമ്പോൾ നന്നാക്കി തന്നാ മതി എന്ന് പറഞ്ഞു. അത് പോസ്റ്റെല്ലാം മാറി. പോസ്റ്റ് ഒടിഞ്ഞു പോയോ? പോസ്റ്റ് ഒടിഞ്ഞില്ല, പക്ഷെ ഗ്രില്ലെല്ലാം പോയല്ലേ. അത് പിന്നെ നന്നാക്കണുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു കുഴപ്പമില്ല ഭക്ഷണം കഴിക്കാൻ. വിശപ്പൊക്കെ ഉണ്ട്. ചുമ്മാ ഈ കുത്തിയിരിപ്പല്ലേ, ശ്വാസം മുട്ടലുണ്ട്. നല്ലതായിട്ട് ഒത്തിരി കിടന്ന് ഈ ശ്വാസം കടിച്ച് ഉള്ള പണികൾ നടത്തിയല്ലേ. പിന്നെ ഒത്തിരി പണിതാ. അന്നല്ലേ പണി മുഴുവൻ നടത്തുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പണിയാൻ പറ്റിയല്ല. അതുകൊണ്ട് എല്ലാം കുഴഞ്ഞ് കിടക്കുമല്ലോ. ആന്റി പുറകെ പോയെന്ന് തോന്നുന്നു. ഇവര് വന്നു. നിങ്ങൾ കരോട്ടം ഈ പാത്രത്തിൽ ഓടിയ പാല് തുളപ്പി പോകൂടെ. നീ പതുക്കെ വാടാ. ഓടി രാത്രി വീണിരിക്കുന്നു. നീ ഇങ്ങനെ വീഴാനാണ് ഇനി. കളിക്കുന്ന പ്രായല്ലേ ഈ വട്ടത്തിൽ. ഇപ്പൊ എല്ലായിടത്തും അകർത്താം. ആ ഭാഗമായിട്ട് മേൽച്ചേച്ചി അവിടെ വീണു, ചവിട്ടി വീണു. പിന്നീട് അതിന് ഇവിടെ പൊട്ടി, കൈ പൊട്ടി. ആരുമില്ല. ആരോ നോക്കാനുള്ള എനിക്ക് പോവോ? രണ്ടാമക്കളാ. ഒരുത്തൻ പാലായി ജോലി ചെയ്യുന്നു അരമനയിലെ. ഒരാൾ അച്ഛനല്ലേ, മൂത്ത മകൻ. അച്ഛനിപ്പോ ത്രിപുരയിലാ ജോലി ചെയ്യണത്. അപ്പൊ അരമന ജോലി ചെയ്യണത്. അരമന എല്ലാരും കൂടെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. പാലായില് രൂപയിലെ. മമ്മി വീട്ടിൽ വിളിച്ചോ? അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവള് പറഞ്ഞു വിളിച്ച് അവക്ക് അങ്ങ് പോണന്നൊക്കെ. അത് കഴിഞ്ഞ അമ്മേനെ ഒന്നും കാണണമെന്നൊന്നും ഇല്ലേ. അതൊന്നും ഇവിടെ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ നടന്നാ മതി അല്ലേ? ആണോ? ഒരു കുഴപ്പമില്ല. പിള്ളേരുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ഒരു മുറിക്കകത്ത് തന്നെ ഇരിക്കേണ്ട വരികയല്ലേ പോയി. ഇല്ല, അവിടെ കളിക്കാൻ സൗകര്യമുണ്ട്. മക്കള് രണ്ടുപേര്. വീടരുത്. രണ്ടാമ്പിള്ളേര്. പെണ്ണില്ല. പെണ്ണ് മരിച്ചു പോയില്ലേ. ഒരു പെണ്ണുണ്ടായിരുന്നു. ഓ ഞാൻ പറഞ്ഞതേ ഉള്ളു. വീട് തൂത്തുതരാം. മൂത്തതാണ്. രണ്ടാമത്തെ ഒരു പെണ്ണ്, മൂന്നാമത്തെ ഒരു ചെറുക്കൻ. രണ്ടാണും ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ പിള്ളേരൊന്നും ഉണ്ടായില്ല. അപ്പൊ ആ പെണ്ണ് 5 വയസ്സായപ്പോ 5 വയസ്സായപ്പോ മരിച്ചുപോയി. അന്ന് ശരിയായി തന്നെ. അതാണ്
അന്ന് നല്ല വലിയ ചികിത്സയൊന്നും ഇല്ലായിരുന്നു. അന്ന് ഈ നാട്ടു ചികിത്സയായിരുന്നു കൂടുതലും. ഇവിടെ അമ്മയ്ക്ക് നാട്ടു ചികിത്സയാണ്. അമ്മയ്ക്ക് ഇംഗ്ലീഷ് മരുന്ന് പോയി ചെയ്യണ ഇഷ്ടമില്ല. കണ്ട നാട്ടന്മാരോ വൈദ്യന്മാരോ മരുന്ന് മേടിച്ചു കൊടുക്കാൻ പറയും കൊച്ചുങ്ങൾക്ക്. അന്ന് അങ്ങനെ ചികിത്സയിലായിരുന്നു. അവസാനമായി കഴിഞ്ഞപ്പോ കഥ വന്നപ്പോ നമ്മള് കാട്ടാത്തി ESF അന്ന് നാട്ടു ചികിത്സയാണ് കൂടുതൽ. അതിലൊക്കെ പോയി, എല്ലാം പോയി. ആ പയ്യ അണപ്പല്ലൊക്കെ ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കിടക്കുന്ന സ്ഥലം അങ്ങോട്ട് കിടക്കണ നമ്മുടെ ഇവിടെ ഈ വഴിക്ക് ഇപ്പുറത്തോട്ടുള്ളതാ. അങ്ങോട്ടുള്ള വേറെ ആൾക്കാരില്ല, അവരുടെയൊക്കെയാ. ഇവിടെയാ സ്ഥലം. ഇങ്ങനെ പുറകോട്ടാ കിടക്കണം. പെര ഇവിടെയല്ലേ ചാത്തണ്ട? ഇതാ പെര. അവിടെ ഏതാണ്ട് പെര പോലെ അത് വേറെ പെരയാ, അത് വേറെ ആൾക്കാർ താമസിക്കുന്നതാ. ഒപ്പിക്കുവോ? ഇതെന്നാ പൂത്ത് നിൽക്കണേ? പോത്തല്ലല്ലോ അത്. ആ പൂത്ത് നിൽക്കുന്ന ചെടിയല്ലേ? ചെടിയാണോ? അത് പൂത്ത് നിൽക്കുന്ന ചെടിയാ. വെള്ളച്ചെടിയാ. ആ വെള്ളച്ചെടി. മൊസാണ്ട. വാടയില്ലല്ലോ. അതിന് വാടയില്ല. അമ്മയും ചാച്ചനൊക്കെ പോയല്ലേ? അമ്മയും ചാച്ചനൊക്കെ പോയി, മരിച്ചുപോയി. പെങ്ങന്മാരില്ലേ? പെങ്ങന്മാർ 2 പെങ്ങന്മാരുണ്ട്. അതിലൊരു പെങ്ങളെ അച്ഛനും നമ്മള് കണ്ടില്ലേ? കണ്ടില്ലായിരുന്നോ? ഫോണിൽ കണ്ടില്ലേ? ഫോണിൽ കണ്ടില്ലായിരുന്നോ? ഫോണിൽ കാണിച്ചില്ലായിരുന്നോ? ഫോണേക്കടെ ഇപ്പോൾ കണ്ടില്ലേ? ആ അതൊരു പെങ്ങളാ. ഒരു പെങ്ങള 600 പെങ്ങളിതാ കെട്ടിച്ചിരിക്കുന്നത്. ആ 2 ഉള്ളൂ. ഞങ്ങള് 3 ആണുങ്ങളാ. ഇളയ ഒരാൾ അച്ഛനാ. പിന്നെ ഒരാൾ ഞാൻ തറവാട്ടിൽ നിൽക്കണം. ജോമോടെ ചാച്ചനാണ് അവിടെ താമസിക്കുന്നത്. കൊളമ്പള്ളി പറമ്പില്. അമ്മയും ചാച്ചനൊക്കെ മരിച്ചുപോയി. താത്ത മരിച്ചിട്ട് 17 കൊല്ലം ഉണ്ടാകുന്നത്. 15 16 15 താത്ത മരിച്ചിട്ട് ഉണ്ട്. താത്തന്റെ പെങ്ങന്മാരോ? എന്റെ പെങ്ങന്മാരുണ്ട് 2 പേര്. ഇവിടുത്തെ കുടുംബത്തെ പറഞ്ഞു. ഒരാള് ചാച്ചന്റെ പെങ്ങൾ മാഞ്ഞൂരാ താമസിക്കുന്നത്. അതും മരിച്ചുപോയി. ആ പരക്കാട്ട്. പിന്നെ 50-55 വയസ്സ് മരിച്ചുപോയി. അത് നമ്മുടെ പായിക്കാട്ട്. അവര് ഇവിടെയുള്ളവരല്ല, അവര് വളയാറിന്ന് വന്ന് താമസിക്കുന്നവരാ. വളയാറ് അവരിവിടെ വന്ന് താമസിക്കുന്നവരാ. പിന്നെ നമ്മളെ ആൾക്കാരാ, ക്രിസ്ത്യാനികളാ. കുഴപ്പമൊന്നുമില്ല, നല്ല ആൾക്കാരാ. മനുഷ്യരോട് അതാണ് ആവശ്യം. അവരൊക്കെ ഒരു ആവശ്യത്തിനൊക്കെ ഓടി വരും. നമുക്ക് ഒരു ആവശ്യമൊക്കെ വന്നാൽ അവർ ഓടി വരും എല്ലാരും. അവരുടെ മനസ്സുകൊണ്ടാണ് അവര് നമ്മളെ അത് തന്നെ. അതുകൊണ്ട് നമുക്ക് കാര്യമുള്ളൂ. അല്ലാതെ കുറെ എന്നെങ്കിലും പറഞ്ഞു നടന്നോട്ട് കാര്യം. മനുഷ്യനായ പലതരത്തിലുള്ള കുറ്റങ്ങളും രോഗങ്ങളും പലതരത്തിലൊക്കെ വരും. അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കരുത്. അത് നമ്മളൊന്നും ഈശോയുടെ ഇഷ്ടമാണ്. ഈശോ വരുത്തണമെന്നൊക്കെ. മുമ്പ് പുകലയൊക്കെ തിന്നുമോ? പുകല തിന്നുമായിരുന്നല്ലോ. ഇപ്പൊ തിന്നോ? പുകലയൊക്കെ തിന്നുന്നില്ല. തിന്നണ്ട. പിന്നെ നമ്മൾ വായിൽ വെച്ച് കഴിയുമ്പോഴും വേറെയുള്ള കൊച്ചുങ്ങളും ഒക്കെ അവർ താമസിക്കണേ. അത് നമ്മുടെ പടിഞ്ഞേറ്റിങ്കലത്തെ കുഞ്ഞുറോധ. പണ്ട് പാലും കൊണ്ടൊക്കെ അതിലെ വരികയില്ലോ. എന്നാ സ്റ്റോറി പാലും കൊണ്ടൊക്കെ നേരത്തെ വരുവായിരുന്നല്ലോ കുഞ്ഞുറോധ. ഇന്ന വീടാ അത്. രണ്ടു പേര്, അങ്ങനെ 5 പേരാ. മൂത്ത പെങ്ങളെ. കുഴപ്പമൊന്നുമില്ല, ആർക്കും കുഴപ്പമില്ല. ഇല്ല. ജോലിക്കാരുള്ളതെന്ന് പറഞ്ഞാൽ ഒരാൾ അച്ഛനല്ലേ, അതവിടെ സേവനം ചെയ്യുക. ഒരു മകൻ ത്രിപുരയിലെ അച്ഛനാ. പിന്നെ ഒരു മകൻ ജോലിക്കാരൻ, അവൻ പാലാ രൂപതയിലല്ലേ. വളാടിയത് അല്ലല്ല, മൂത്ത മകനാ അച്ഛൻ. രണ്ടാമത്തെ മകൻ പാലായിലാ ജോലി ചെയ്യണത്. അവനായിപ്പോ എന്റെ കൂടെ നിൽക്കുന്നത്. അവനാ എന്നെ നോക്കണത്. അല്ല, അവന്റെ ഭാര്യ ജർമ്മനിക്ക് പോയി ജോലിക്ക്. വീട്ടിൽ വന്ന അമ്മ ഉറങ്ങണുണ്ടോ?
ജർമ്മനിക്ക് പോയി. നാളെ ഇവരായിട്ട് വന്നത്. ആ എന്നാ ഇപ്പോഴൊന്നും വരികയല്ലോ. ഇപ്പൊ 1 മാസമല്ലേ അയാളെ പോയിട്ട്. ജോലിക്ക് പോയതല്ലേ. ജോലിക്ക് പോയതാ. ഇപ്പോഴൊന്നും വരികയല്ല. കാലാവസ്ഥ അവിടുത്തെ പിടിക്കും. തണുപ്പാന്നാ പറഞ്ഞത്. നമ്മളെ വിട്ടു പോയാൽ അതങ്ങനെ ഒരു കുഴപ്പമാണ്. കാലാവസ്ഥയുടെ 6 മാസം തണുപ്പും 6 മാസം ചൂടും. അവിടെ കിടക്കണം. ഏതാ അവിടെ നടന്നു പോയതാ. അതിലെ ആൾക്കാർ പോകുന്ന അത് വഴിയല്ലേ. അത് വഴിയാ. അതിലെങ്ങനെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും. താമസമില്ല. അത് വഴിയാ. പിന്നെ അവരൊക്കെ നേരത്തെ മരിച്ചു പോയില്ലേ. കുഞ്ഞേപ്പിയേട്ടനും കുഞ്ഞേരിച്ചേട്ടത്തിയൊക്കെ അമ്മച്ചി ഓർക്കുന്നില്ല അവരെയൊക്കെ. കുഞ്ഞേപ്പിയേട്ടൻ പുതുമരത്തി കുഞ്ഞേപ്പിയേട്ടൻ വണ്ണം കുറഞ്ഞിട്ട് നല്ല ഉയരമുള്ള എന്നോളം ഉയരമൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞേപ്പിയേട്ടൻ. കുഞ്ഞേപ്പിയേട്ടനൊക്കെ എത്രയോ വർഷമായി. 50 കൊല്ലമായില്ലേ മരിച്ചിട്ട്. 50 വർഷമായി. എനിക്ക് കൂടി വന്നാൽ 10-15 വയസ്സേ ഉള്ളൂ. അപ്പൊ 50 കൊല്ലം കഴിഞ്ഞു മരിച്ചു പോയിട്ട്. ഓടാനാ ഈർക്കില് കളയാളെ കല്ലിന്റെ പുറത്തൊക്കെ വീണാലുണ്ടല്ലോ എല്ലാം നെറ്റിയെല്ലാം ആർക്ക് മകനാ? മകന് 2 പേര്. അവരെ 2 പിള്ളേര്. മാറ്റേ മമ്മി എന്നാ പറയണ്ടേ? നിമ്മി എന്നാ പറയണേ? ജോലിയൊക്കെ എങ്ങനെയാന്ന് പറയണേ? കുഴപ്പമില്ല. കളി കാണേ ഉള്ളു. കളി ഓട്ടോ ചാട്ടോ. പിന്നെ അവര് കളിക്കുന്ന പ്രായമല്ലേ അല്ലടാ. അവര് കളിക്കുന്ന പ്രായമല്ലേ. തന്നെ എന്നാലും എത്ര പറഞ്ഞു കൊടുത്താലും അവരെ കളിക്കാതിരിക്കുകയല്ല. പണ്ടുള്ളവർക്ക് അങ്ങനെയല്ല. ഒറ്റ നീക്കിന് എത്ര കളിക്കുമായിരുന്നു. പോകാം. കഴിയട്ടെ. വർത്താനൊക്കെ പറഞ്ഞിരിക്കാനല്ലോ. ചാച്ച അത് പറ്റിയല്ല. അവിടെ എന്തെല്ലാം ഉണ്ട് കന്നുകാലി. ആകെ ഉണ്ട്. പശു ഉണ്ടില്ലടാ. എല്ലാ കാര്യം താങ്ങണം. ആരും പിള്ളേരാരും ഇല്ലല്ലേ. ദിവാൻ എവിടെയുണ്ട്? ദിവാൻ എവിടെയുണ്ട്? ദിവാൻ അതുകൊണ്ട് കാര്യമില്ല. നമ്മളുണ്ടെങ്കിൽ മഴ നടക്കും. അമ്മച്ചിയോടൊന്നും പറയണല്ലേടി. ഇടീ അമ്മച്ചീനെ നീ അറിയോ? നാളെ പോയാർന്നോ അമ്മച്ചിയുടെ അടുത്ത്? അവിടെ ഓർക്കുന്നുണ്ട്. അവിടെ എല്ലാം മുട്ടും വീഴും. അനങ്ങാതി കാല് തന്നെ പോവും. പെരുന്നാളിന് നാടകമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 2 നാടകങ്ങൾ കേട്ടു. ഒന്ന് പാലാ കമ്മ്യൂണിക്കേഷന്റെ ഒന്ന് ഇവര് കളിക്കുന്ന നാടാ. ഇവര് കളിക്കുന്ന നാടകം. ചാട്ടിന് 2 മക്കള്. 2 മക്കള്. 2 ആൺപിള്ളേരാ. പെമ്മക്കളില്ല. 5 മക്കളാ. 2 പെണ്ണും 3 ആണും. ഒന്ന് ജോയി, ഒന്ന് ബേബി, ഒന്ന് തങ്കച്ചൻ. അങ്ങനെയാണ് 3 ആണുങ്ങള്. പിന്നെ പെണ്ണുങ്ങള് ഒന്ന് മേരി, ഒന്ന് മോളി. പറഞ്ഞ കേക്കുണ്ട്. അവരുടെ പ്രായമല്ലേ. അവരുടെ പ്രായമല്ലേ. നമ്മൾ വന്ന കേക്ക് പിന്നെ വരാൻ പറഞ്ഞാൽ അങ്ങ് പോവും. പിന്നെ അവരൊക്കെ പോവും. പിന്നെ അല്ലേ പിന്നെ വണ്ടി കുറവാ. കഷ്ടപ്പാട് മുഴുവൻ നമുക്ക് അതാണ് ഈ പ്രായത്തിൽ. എന്നാ പ്രായം? എത്ര വയസ്സുണ്ട്? അവൻ 6. ഇതിന് 3 വയസ്സ് കഴിഞ്ഞു. 3. സൂക്ഷിക്കണം. അവൻ 6 വയസ്സായി. ഇപ്പോഴാണ് പാട്. ഇത് പോകാൻ എങ്ങനെ ഇരിക്കാന്നേ. നമുക്ക് ചായ കുടിക്കണ്ടേ? വീട്ടിലാരുമില്ല. ചായ കുടിക്കണ്ടേ? ചായയൊക്കെ അവിടെ ചെന്നിട്ട് അതാണ് നമുക്ക് ഇവിടെ വന്നപ്പോ ഇച്ചിരി കുടിക്കണ്ടേ? അവിടെ ആരുമില്ല. അവിടെ അവനുണ്ട്. ദിവാൻ അവിടെയുണ്ട്. അവിടെ എന്നിട്ട് കണ്ടാ പിള്ളേര് വഴികൊണ്ട് പണിയില്ല. അതൊക്കെ പറഞ്ഞാൽ അവിടെ പോയിട്ട് മക്കളെ അതേ കയറണ്ട. പുറകോട്ട് ഇരിക്കരുത്. സൂക്ഷിക്കണം. അതായത് കയറത്തില്ല. അതൊക്കെ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. പുറക്കാടെ കഴിയണം. 2-3 വയസ്സൊക്കെ ആകട്ടെ. ക്ലാസ്സിൽ അമ്മ ക്ലാസ്സൊന്നും ഇല്ലല്ലോ.
അമ്മയും ഞാനൊക്കെ മരിച്ചു പോയിട്ട് ചേട്ടന്മാരുണ്ടോ? പിന്നെ ചേട്ടന്മാർ 3 പേര്, ജോയി, ബേബി, തങ്കച്ചൻ, ഞങ്ങൾ 3 ആണുങ്ങളുണ്ട്. പെങ്ങന്മാർ 2 പേരും ഉണ്ട്. വീട് എവിടെയാ? ഇതെല്ലാം വീട്, ബേബിയുടെ വീടാ ഇത്. ഇവിടെയാണ് നേരത്തെ വീട്. ഇത് തറവാടാ. അത് ശരി. പിന്നെ മറ്റവര് വേറെ പോയോ? അവര് വേറെ പോയി. അവിടെയൊക്കെ സ്ഥലം അവിടെ സ്ഥലം നമ്മൾ വാങ്ങിച്ചതാ. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ആ കൊളമ്പള്ളിക്കാലായിലുണ്ടായിരുന്നു, ഓർക്കണില്ലേ? നമ്മളെ ആ കൊളമ്പള്ളിക്കാലായില്ലേ, പള്ളിയുടെ പുറകിലെ ആ സ്ഥലം ഞങ്ങൾ പള്ളിക്ക് കൊടുത്തു. പള്ളിക്ക് സിംസേരിയൊക്കെ പണിയാനും പള്ളി വലുതാക്കാനും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കൊളമ്പള്ളിയിലെ കുഞ്ഞുവാനും ദേവസ്വാമിയുടെ സ്ഥലം വിറ്റു. സ്ഥലം വിറ്റപ്പം അവർ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളുടെ സ്ഥലം വേണം തന്നാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ തന്നാക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ മേടിച്ചതാ. അത് മുത്തപ്പൻ തന്നതാ, നമ്മുടെ മുത്തപ്പൻ തന്നതാ. അങ്ങനെയാണ് ആ സ്ഥലം മേടിച്ചത് അന്നത്തെ കാലത്ത്. അന്നത്തെ കാലം പള്ളിയുടെ ഒരു വീടുണ്ട്. അതെ അതെ. എവിടെയായാലും മുത്തപ്പൻ നമുക്ക് തരൂന്നേ. അത് വഴി സൈഡ് മുത്തപ്പന് നമ്മൾ ഉപകാരത്തിന് കൊടുത്തില്ല. സിംസേരി പണിയാനായി മറ്റു കാര്യങ്ങൾക്ക് പണിതപ്പം മുത്തപ്പൻ തന്നു നമുക്ക്. ദോഷപ്പെടുത്തിയില്ല. അത് തന്നെ പറഞ്ഞ ഓടുകയും ചാടുകയും. ഞങ്ങൾ 2 പേരുണ്ട് നോക്കാൻ. നിങ്ങൾ ഞാനും അവളും ഉണ്ട്. ഇത് ജോലിയുമായിട്ട് ഒരു കാര്യവും വീട്ടിലെ നടക്കുകയില്ല. ചുവന്നാല് കഞ്ഞിയും കറിയും ഒന്നും ഇതുങ്ങളുള്ളപ്പോൾ നടക്കുകയില്ല. ഒരു ജോലിയും നടക്കുകയില്ല. ഇതുങ്ങളുടെ പുറകെ നടക്കണം എപ്പോഴും. നമ്മൾ ഇതുങ്ങളുടെ പുറകെ നടന്നോണ്ടാ മതി. സൈക്കിൾ കയറിക്കൊണ്ട് പോണതാ. കണ്ടോ? അതാ പായിക്കാട്ടെയാ. വേറെ വീട്ടിലെയാ. നീ അതൊന്നും ഉടുക്കണ്ട. അത് ഉടുക്കാറായില്ല. തട്ട് വീഴും മനെ. വൈദ്യുതി കാണിക്കണൊക്കെ കാണിക്കും. നമുക്ക് പോകാം. പോകാൻ അവിടെ ഇരി. അമ്മയ്ക്ക് അവിടെ ഇരി. ചായ ഒക്കെ കുടിക്കണോ പോകാൻ? അവിടെ ഇന്ന് അവിടെ ആരും ഇല്ല. നമുക്ക് അങ്ങോട്ട് കയറിപ്പോ. നമുക്ക് അകത്ത് കയറിട്ട് പോവാം. നമുക്കൊരു ചായ കുടിച്ചാതെ പോകല്ലേ. അമ്മയാണ് എല്ലാ കാര്യങ്ങളും അവിടെ പഴം തിന്നോ? തിന്നോ? പഴം തിന്നോ? പഴമുണ്ട്, പഴമുണ്ട്. ഇതെന്നാടി കാണിക്കണേ? കാണിക്കോ? ഞാൻ എന്റെ വായിൽ പോലെ ഇട്ടിരിക്കുക. തിന്ന പോലെ ഇട്ടിരിക്കുക. അണപ്പല്ലുണ്ട്. പറ്റുള്ളൂ. നടക്കുന്നതിന് കുഴപ്പമില്ലേ? ഞാൻ നടക്കൂല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ നടക്കരുതെന്നോ? കാല് പൊക്കി വെച്ചോണ്ട് നടക്കണം. അങ്ങനെ ചെയ്യണം. അതൊന്നും നോക്കിയായി ഞാൻ നടക്കും. വേദനയില്ലേ? വേദന പിന്നെ പൊട്ടൽ അടുക്കിയല്ല. എന്നാലും നമുക്ക് നടക്കേണ്ടത് നടക്കണ്ടേ. ബാത്റൂമിലൊക്കെ പോകണ്ടേ, മൂത്രം ഒഴിക്കാൻ പോകണ്ടേ. അതിനൊക്കെ പോകണം. ഉറക്കം വന്നിട്ടോടി. എന്നാ പോയി കിടന്നോ നമുക്ക്. അമ്മ കഴിച്ചോ? അമ്മ തന്നോ? അമ്മക്ക് ആയിരുന്ന അത് കഴിച്ചോ? അമ്മ കഴിച്ചോ? ഇല്ലല്ലേ? പിള്ളേരവിടെ ചെറുക്കൻ അവിടെ ഉണ്ട്. വിവാൻ അവിടെ ഉണ്ട്. വിവാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇന്ന് അവധിയല്ലേ, സ്കൂളിന് അവധിയല്ലേ? വീട്ടില് അവൻ കിടന്ന് ഉറങ്ങി. നമുക്ക് ചെല്ലുമ്പോഴത്തേനെ ഏറ്റുള്ളൂ. നമ്മൾ ചെല്ലുമ്പോഴത്തേനെ ഏറ്റുള്ളൂ. അതൊന്നും കുഴപ്പമില്ല. അവനോട് പറഞ്ഞിട്ടല്ലേ പോന്നേ. അത് കുഞ്ഞു വെച്ചൊന്നും അല്ല, ഇതുപോലത്തെ കുഞ്ഞു വെച്ചല്ല, വലിയ ചെറുക്കനാ. പോയോ? ഇന്ന് പോയി. ഇന്ന് രാവിലെ പോയി. ചായ കുടിക്കേ.
ഗമൻ അവിടെ ഇരിക്കടാ. ആ ഇരിക്കാം. കണ്ടിക്കാൻ പറ്റുമോ ചായ തണുത്ത് വരട്ടെ. നിന്റെ മുണ്ടിലിട്ടോണ്ട് ചവിട്ടുവാ ഏയ് ഇവിടെ എവിടെയൊന്നുമില്ല. ഇത്ര നീട്ടിയുണ്ടല്ലോ കുറച്ചങ്ങ് ഒതുക്കല്ലോ. ആ വെച്ചാൽ വലിയ നീളമൊന്നുമില്ല. കാല തുമ്പല്ലേ ഉള്ളൂ, തുമ്പേ ഉള്ളൂ. വെളുക്കൊണ്ട് പോയിട്ടില്ലല്ലേ? ഇല്ല ഇല്ല, അവനോടെയുണ്ട്. പോയിട്ടുണ്ടെങ്കിൽ അവര് വരുന്നതിന് മുമ്പ് ഭയങ്കര ധൃതിയാണ് ഇപ്പഴാ, പണ്ടത്തെ ധൃതിയാ. അമ്മ മാത്രമേ അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നല്ല ചിന്ത. അമ്മേ ഈ ഇത് കൂടെ ഒരു ബ്രെഡ് കൂടെ ഒക്കെ തിന്നെ അങ്ങോട്ട്. വേണ്ട അമ്മച്ചി. അയ്യോ പാവം, എന്റെ അമ്മച്ചിയെ വിളിക്കാതെ. അമ്മച്ചിയാണ്. എന്റെ പേര് ലിസീന്നാ. ശകലം എന്റെ പേര് ലിസീന്ന് വിളിച്ചാ മതി. അതിപ്പോ പേരറിയത്തില്ല. ശരിയാ, പേരറിയാൻ മേലാത്തതല്ലേ. പിന്നെ നമ്മളെ കളിച്ച വയസ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചെറുപ്പാണ് അമ്മ, ചെറുപ്പം. നമ്മളൊക്കെ പ്രായമുള്ളവരാ. അമ്മ ഇപ്പൊ 16-കാരിയാണ്. എന്നാണ് ആരോടും അച്ഛൻ പറഞ്ഞത് ഒന്നുകൂടെ കെട്ടിച്ചുവിടാന്ന്. ഞാൻ വേണം അവൻ എന്നാ വേണ്ടേ? ബിസ്ക്കറ്റ്, ഒരു ബിസ്ക്കറ്റ് എടുത്തു കൊടുത്തേ. അവിടുന്ന് ഒരു ബിസ്ക്കറ്റ് എടുത്തു കൊടുത്ത അവക്ക്. ഇത് വേണോ? എന്റെ അമ്മയാണ് എടുത്തു തന്നെ. ചായ വേണോ? ചായ തണുക്കാൻ വെച്ചേക്കുവാ, തണുപ്പിക്കാൻ വെച്ചേക്കുവാ. അവനും വേണ്ടേ? അവൻ തിന്നോളും. ചാച്ചന് അവരുടെ ഷേപ്പല്ല, അവരുടെ ഷേപ്പ്, ചാച്ചന്റെ ഷേപ്പ് അവർക്കുണ്ട്. ഇത് കണ്ടില്ലായിരുന്നു? ആ ഇത് കണ്ടില്ല, ഇതൊന്നും ഉണ്ടാക്കി. ആ ഇവിടെ വന്നപ്പോ എടുത്ത ഫോട്ടോ അല്ലേ? ഇവിടെ വന്നപ്പോ നമ്മളെ വെന്നാണ്ടി അന്നല്ലോ. അറിയില്ല, ഇവരൊക്കെ ഉണ്ടെന്നേ. ജോമോനും ജോമോളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അവിടെ വേണോ? ഞാൻ എന്നാ ഒന്ന് പോണെന്ന് കാണാൻ പറ്റുന്നത് എന്നായിരിക്കുന്നു. പോയേക്കാം പോയേക്കാം. ഞങ്ങൾ പൊക്കോട്ടെ. കുമ്പത്തെ പോകുന്നുണ്ടോ? വീട്ടിൽ പോയിരുന്നുണ്ടോ? ബാ നമുക്ക് വീട്ടിൽ പോകാം. ബാ ആന്റിയോട് വന്ന് നിൽക്കാവോ? ചേച്ചി വന്നാൽ മതി. സമയമുണ്ടല്ലോ, വീട്ടിൽ പാലുമില്ല. പിന്നെ ഇനി വരുവോ? ഇനി മരിയല്ലേ? പിന്നെ പിള്ളേർക്ക് അനിയൊക്കെ വെക്കണ്ട. പിന്നെ വേണ്ടേ? പിള്ളേര് വരുമ്പോഴത്തേക്ക് കഞ്ഞിയൊക്കെ വെക്കണം അല്ലേ? കറി ഉണ്ടാക്കണം. എല്ലാം ഉണ്ടല്ലോ വെച്ചാൽ ഭയങ്കര വേണം. എനിക്കാണ് ഞാൻ പിടിച്ചോളാം. അമ്മച്ചി ഇറങ്ങിക്കോ. എനിക്ക് ഓർമ്മയില്ല. ഇരുന്നോ ബേബിയാണേ വന്ന് ഇരി. മേലേക്ക് തുറക്കണ്ടത്. ചിലപ്പം പറയും എന്നെ കുളിപ്പിക്കണ്ട, എന്നെ പപ്പ കുളിപ്പിച്ചു. അരമണിക്കൂർ ഇരുന്നിങ്ങനല്ലോ വർത്താനൊക്കെ പറയാം. ഇരിക്കില്ല, അമ്മയുടെ കുഴപ്പമാണ്. നമ്മ പുറത്ത് പോയാലും ഇരിക്കില്ല, വീട്ടിൽ പോണം. നമുക്ക് വീട് ആണ് കുഴപ്പം. അവിടെ ചെന്നെങ്കിലും ഉറക്കം പ്രായം ചെന്നവർക്ക് അങ്ങനെയാ. വീട്ടിൽ ചെന്ന് അവിടെ പോയിരുന്നെങ്കിൽ അമ്മ പോയാലും അമ്മയുടെ വീട്ടിൽ പോയാലും കിടക്കുന്നതല്ലാതെ പുറത്തെങ്ങും പോയി അല്ല, അമ്മ വീട്ടിലേ അവിടെ പോയി കിടക്കുന്നതല്ല, വേറെ എങ്ങും പോയി അങ്ങനെ കിടക്കുന്നില്ല. ശരിയാ. നമ്മളെവിടെയാ പോയേ?